എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. വെറും 100 രൂപ എന്ന് വെച്ചാൽ വെറും 100 രൂപയാണ്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരു ചില്ലി ക്യാഷ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഹലോ ഗായ്സ്, ബേക്ക് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 3 മിനിറ്റിൽ 100 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് 10 രൂപ മുതൽ 1000 വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് 3-4 പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുകയും അവർ കാശ് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് വന്ന മെജോറിറ്റി ഓഫ് റിപ്ലൈകളും എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞത് ഞാനെന്താ ഉടായ്പും കൊണ്ട് ഇറങ്ങി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ രണ്ടാമതും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉടായ്പല്ല എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന വീഡിയോയിൽ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴത്തെ ബാലൻസ് എത്രയാണ്, അതുപോലെ തന്നെ ഞാനിതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഞാൻ വിഡ്രോ കൊടുക്കുന്നത്, ഈ വിഡ്രോ എത്ര മണിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവും, എൻ്റെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും. ആദ്യത്തെ എൻ്റെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ അക്കൗണ്ടിൽ അന്ന് ബാലൻസ് കുറവായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കിടന്ന പൈസ എല്ലാം വിഡ്രോവൽ കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. മിച്ചം ബാലൻസ് ഉണ്ടായിരുന്നത് 1 rupees ആയിരുന്നു ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാണിച്ചു തരും, ഇതിലെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരും. ഓക്കെ, അതുമാത്രമല്ല എൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് 2-3 പേര് ഇതിൽ സൈൻ ഇൻ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും അവർ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു ലെവൽ 2 നോക്കിയാൽ എനിക്കറിയാം ഞാൻ ഇൻവൈറ്റ് ചെയ്യാത്ത ആരൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാദ്യം ഈ ട്രേഡ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ കുറച്ച് ട്രെൻഡുണ്ട്, ഒരു 10ഓളം ട്രെൻഡ്സ് ഉണ്ട്. ആ ട്രെൻഡ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ട്രെൻഡ്സിൻ്റെയൊക്കെ PDF എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്കത് ഇതിനോട്ട് അപ്ലോഡ് ചെയ്ത് തരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നമുക്ക് സക്സസ്ഫുള്ളി ആയിട്ട് ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, നിങ്ങളിപ്പം ഒരാളെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. നിങ്ങളിപ്പം ഒരാളെ റെഫർ ചെയ്ത് അയാളെ റീചാർജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. അപ്പോൾ ആ 100 രൂപ എങ്ങനെ മേടിക്കാം എന്നത് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു മാഡത്തിൻ്റെ നമ്പറുണ്ട്. ആ മാഡത്തിന് നിങ്ങളുടെ ഫ്രണ്ട് സൈനപ്പ് ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ അയാളുടെ പേരും അയച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അവർ ഒരു 100 രൂപയുടെ ഒരു റെഡ് എൻവലപ്പ് എന്ന് പറയുന്ന സാധനം അയച്ചു തരത്തുള്ളൂ. അത് രണ്ടാമത്തെ കാര്യം. എൻ്റെ തേർഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരാളെ റെഫർ ചെയ്തു ഈ ആപ്പിൽ, അയാൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അയാൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അയാൾ ട്രേഡ് ചെയ്യുന്നതിലെ ഒരു 30% കമ്മീഷൻ എന്ന് വെച്ചാൽ, അയാൾ 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിന്ന് 1 രൂപ ഫീസായിട്ട് പിടിക്കും. ആ 1 രൂപയുടെ 30%, അതായത് 30 പൈസ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. അതുമാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട് മറ്റൊരാളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ട്രേഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അയാളുടെ 5% കമ്മീഷൻ, ഇപ്പം അയാൾ 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്താൽ 1 രൂപ ഫീസായിട്ട് പിടിക്കും. ആ 1 രൂപയുടെ 5% കമ്മീഷൻ എന്ന് വെച്ചാൽ 5 പൈസ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ഒരു ഫേക്ക് അല്ല, ജെനുവിനാണ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. വെറും 100 രൂപ എന്ന് വെച്ചാൽ വെറും 100 രൂപയാണ്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരു ചില്ലി ക്യാഷ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു ചെയ്തു തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. എൻ്റെ ഏർണിങ്സ് ഇപ്പോൾ ഏകദേശം 3000 രൂപയോളം ആയിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഫേക്കായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫേക്കല്ല, ജെനുവിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഒരു 100 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് എൻ്റെ ഒരു ഫ്രണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, രാഹുൽ എന്നാണ് പേര്. ആ പുള്ളിക്കാരൻ മറ്റൊരു ആളെ റെഫർ ചെയ്തു. അയാൾ 100 രൂപ ഇട്ടില്ല, 5000 രൂപ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഗെയിം 5000 ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ പുള്ളിക്കാരൻ പ്രോഫിറ്റ് 14000 രൂപ ഉണ്ടാക്കി. അത് ഇന്നലെ വിഡ്രോ ചെയ്തെടുത്തു. ഇപ്പം പുള്ളിക്കാരൻ അതിനുശേഷം പുള്ളിക്കാരൻ 100 രൂപ ഇട്ട് ട്രേഡ് ചെയ്തു. ഇപ്പം ഇന്ന് രാവിലെ ആയപ്പം പുള്ളിക്കാരന് 1500ഓളം രൂപ പുള്ളിക്കാരൻ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് അവൻ വിളിച്ചപ്പം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ബാക്കി തെളിവും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെളിവും എങ്ങനെ ട്രേഡ് ചെയ്യുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഞാനിപ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ നിങ്ങളിപ്പം കാണുന്ന എൻ്റെ അക്കൗണ്ടാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് 1023.36 പൈസ ഉണ്ട്. ഇതിൽ ഞാൻ കളിച്ച് നേടിയിട്ടുള്ളത്
523 രൂപയാണ് ബാക്കി എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ റെഫർ ചെയ്ത ആൾക്കാർ കളിച്ചതിൽ നിന്ന് എനിക്ക് ചെറിയ കമ്മീഷൻ കിട്ടി. ആ കമ്മീഷൻ എമൗണ്ടാണ്. ആ കമ്മീഷൻ എത്രയാണെന്ന് നോക്കാനായിട്ട് മൈയിൽ കയറുക. മൈ എന്ന ഓപ്ഷനിൽ പോയിട്ട് മൈ പ്രൊമോഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം മൈ പ്രൊമോഷനകത്ത് കോൺട്രിബ്യൂഷൻസ് കാണാൻ പറ്റും. 836.70 എനിക്ക് ഇതുവരെ കോൺട്രിബ്യൂഷനകത്ത് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ റെഫർ ചെയ്ത ആൾക്കാർ കളിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള കമ്മീഷനാണ്. അപ്പം ഇന്നത്തെ എൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 19.30 രൂപ. അപ്പോൾ ഇന്ന് ഞാനിതിൽ ഈ 1023 രൂപയിൽ ഞാൻ 1000 രൂപ ഇന്ന് വിഡ്രോവൽ കൊടുക്കും. ആ വിഡ്രോവൽ കൊടുക്കുന്ന എമൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവുന്നതും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, എല്ലാം ലൈവായിട്ടാണ് ചെയ്യുന്നത്. വിഡ്രോവലും ലൈവായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു സെക്ഷൻ സെലക്ട് ചെയ്യണം. മെറ്റലി അല്ലെങ്കിൽ പാരിറ്റി അല്ലെങ്കിൽ സഫയർ അല്ലെങ്കിൽ ബീക്കോൺ. ഓക്കെ, ഇതിൽ ഏതിലാണ് ട്രെൻഡ് കറക്റ്റായിട്ട് പോകുന്നതെന്ന് ആദ്യം നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സഫയറാണ്. സഫയറിലെ ട്രെൻഡ് എന്ന് പറയുന്നത് എ ബി ട്രെൻഡാണ്. ഒരു ഗ്രീന് ഒരു റെഡ്, ഒരു ഗ്രീന് ഒരു റെഡ്. അപ്പോൾ ഞാൻ 10 രൂപയ്ക്ക് റെഡ് ഇവിടെ ബെറ്റ് വയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ 10 രൂപയ്ക്ക് റെഡ് ബെറ്റ് വെച്ചു. ഇനി ഒരു 44 സെക്കൻഡ് ഉണ്ട്. ഈ 44 സെക്കൻഡ് ആകുമ്പോൾ ഈ ഒരു ടൈം ലൈൻ ഈ കൗണ്ട് ഡൗൺ എൻഡ് ആവും. ഈ കൗണ്ട് ഡൗൺ എൻഡ് ആകുമ്പോൾ നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കൗണ്ട് ഡൗൺ എൻഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോ തന്നെ കാണും. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ വച്ച റെഡ് എന്ന് പറയുന്ന ആ ബെറ്റ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ അക്കൗണ്ടിൽ തിരിച്ച് 1023 ഉണ്ടായിരുന്നത് 1031.36 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്തിട്ട് ബെറ്റ് വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ജയിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ നടക്കുന്നു? ഞാൻ ലാസ്റ്റ് വെച്ച ബെറ്റ് ഇവിടെ കാണാം. കോൺട്രാക്റ്റ് മണി 10 രൂപ വച്ചത് റെഡ് വിൻ ചെയ്തു. 9 രൂപ എനിക്ക് കിട്ടി. 1 രൂപ ഫീസ് പിടിച്ചു. അതിൽ ബാക്കി 8 രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബെറ്റ് വയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതെങ്ങനെ നമ്മൾ പൈസ വിഡ്രോ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ക്യാഷ് ഒന്ന് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ മൈ അക്കൗണ്ടിൽ പോയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ വാലറ്റിനകത്ത് നിങ്ങൾക്ക് വിഡ്രോവൽ ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാനൊരു വിഡ്രോവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പം ഇനി എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യണം. എനിക്ക് വിഡ്രോ ചെയ്യേണ്ടത് ഇപ്പം 1000 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ 1000 എൻ്റർ ചെയ്തു. ഓക്കെ, ഞാനിവിടെ 1000 എൻ്റർ ചെയ്തു. എന്നിട്ട് വിഡ്രോവൽ കൊടുക്കുകയാണ്. ഒരു പാസ്വേഡ് ഉണ്ട്. വിഡ്രോവലിന് പ്രത്യേക ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ഇപ്പം ഞാൻ അത് വിഡ്രോവൽ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അക്കൗണ്ടിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് റിഫ്ലക്റ്റ് ആവും. ഇനി നമ്മുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഈ 1000 അവിടെ കാണത്തില്ല. ഇനി നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് 31.36 മാത്രമേ ഉള്ളൂ. 1000 രൂപ നമ്മൾ വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗെയിമിലോട്ട് കടന്നാൽ നമ്മുടെ അവൈലബിൾ ബാലൻസ് എന്ന് പറയുന്നത് 31.36 അപ്പം ഞാൻ ഈ വിഡ്രോവൽ കൊടുത്ത എമൗണ്ട് വൈകുന്നേരത്തിനകത്ത് തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ടൈം ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഉച്ച 1:23 ആയിട്ടുണ്ട് ടൈം. വൈകുന്നേരം എത്ര മണിക്ക് അത് റിഫ്ലക്റ്റ് ആവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിൽ 1000 രൂപ വിഡ്രോവൽ കൊടുത്തതിൽ 30 രൂപ സർവീസ് ചാർജ് പിടിക്കും. 970 രൂപയായിരിക്കും എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, ആ 970 രൂപ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വരുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഞാനിപ്പം ഈ കളിച്ച പോലെയാണ് ട്രെൻഡ് മനസ്സിലാക്കി കളിക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. നിങ്ങൾക്കിതിൽ ഒരുപാട് തരത്തിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. റെഫറൽ വഴി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന റെഫറൽസ് കളിച്ചാൽ അവരിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് വഴിയുണ്ട്. ഡെയിലി എങ്ങനെ പോയാലും ഒരു 300 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട വഴി ഈ ഒരു ഗെയിമിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഇപ്പം മെയിനായിട്ട് 2 കളേഴ്സാണ്, ഗ്രീനും റെഡും. ആ ഒരു 2 കളേഴ്സാണ്. ഓക്കെ, ഇതിൽ വയലറ്റ് ഏതെങ്കിലും ഒരു കളറിൻ്റെ കൂടെ വയലറ്റ് എന്ന് പറയുന്ന വയലറ്റ് കളർ കയറി വരികയാണെങ്കിൽ ഇപ്പം നിങ്ങൾ 10 രൂപയ്ക്കാണ് ബെറ്റ് വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4.5 രൂപ കിട്ടത്തുള്ളൂ. അപ്പം മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഗ്രീനിൻ്റെ കൂടെ വയലറ്റ് കയറി വന്നു. ഇപ്പം നിങ്ങൾ 10 രൂപയ്ക്കാണ് ഇവിടെ ബെറ്റ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് 4.5 രൂപ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ വയലറ്റ് മാത്രം ബെറ്റ് വെച്ചു, മീൻസ് ഈ ഒരു 2020062926 എന്ന ഈ ഒരു കൗണ്ട് ഡൗണിൽ നിങ്ങൾ വയലറ്റ് മാത്രമാണ് ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റെഡ് വന്നാലും ശരി തന്നെ ഗ്രീൻ വന്നാലും ശരി തന്നെ അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് 10 രൂപ നിങ്ങൾ വയലറ്റ് മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ 3 ഇരട്ടി എമൗണ്ട് തിരിച്ചു കിട്ടും. എന്ന് പറഞ്ഞാൽ 31 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും.
പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്പേഴ്സ് കാണാൻ പറ്റും നിങ്ങൾക്ക് 0 1 2 3 4 5 6 7 8 9. ഇപ്പം റെഡ് കളറിൻ്റെ കൂടെ വരുന്ന എല്ലാം ഈവൻ നമ്പേഴ്സും ഗ്രീൻ കളേഴ്സിൻ്റെ കൂടെ വരുന്ന എല്ലാം ഓഡ് നമ്പേഴ്സും ആയിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം അടുത്ത ട്രെൻഡിൽ വരാൻ പോകുന്ന കളർ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഗ്രീൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ ആയിരിക്കും ഗ്രീനിൻ്റെ കൂടെ വരുന്നത്. അപ്പം ആ ഓഡ് നമ്പർ നിങ്ങൾ ഗസ് ചെയ്തിട്ട് ആ ഓഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പം ഓഡ് നമ്പർ 1 എന്ന് ഞാൻ എക്സാമ്പിൾ ക്ലിക്ക് ചെയ്ത് അഗ്രി കൊടുത്ത് കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾ മുടക്കിയതിൻ്റെ 7 ഇരട്ടി എമൗണ്ട് തിരിച്ച് കിട്ടും. നിങ്ങൾ 10 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 72 രൂപ തിരിച്ച് കിട്ടും. അപ്പം ഇങ്ങനെയും ഇതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഗെയിമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം എത്ര റെഫറൽസ് നടത്തുന്നോ അതിൻ്റേതായിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല ഇതിൽ നിന്ന് കളിച്ചും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇനി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 970 രൂപ ക്രെഡിറ്റ് ആയത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിലെൻ്റെ വിഡ്രോവൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എത്ര രൂപ ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് കാണിച്ചു തരാം ഞാൻ. ഇപ്പം സക്സസ് ആയതിൻ്റെയാണ് ഇത്. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തതാണ്. 1000 രൂപയ്ക്ക് അപ്ലൈ ചെയ്തു. 970 രൂപ ക്രെഡിറ്റ് ആകുമ്പോൾ കൊണ്ട് 30 രൂപ സർവീസ് ചാർജ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, സക്സസ് ആയതിൻ്റെ കാണിച്ചു തരാം. ഒരു 100 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 330 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 125 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. വീണ്ടും 120 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു 330 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു 830 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 70 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 120 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 135 രൂപ 50 പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തത് വന്നിട്ട് 1000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തിനകത്ത് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഗൈസ് ഞാൻ രാവിലെ ഒരു 1000 രൂപ വിഡ്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 970 രൂപ. ഇപ്പം കറക്റ്റ് 3 മണി സമയം 3:56 ആയിട്ടുണ്ട്. ഇപ്പം 3:45 എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ 970 റുപ്പീസ്. 1000 രൂപ ഇട്ടതിൽ 30 രൂപ സർവീസ് ചാർജ് പിടിച്ച് ബാക്കി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാവും കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും മുകളിലായിട്ട് 970 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ എമൗണ്ട് എല്ലാം ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 100 രൂപ, 330, 125, 120 എല്ലാം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പം ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തിയിരിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.